വെട്ടുകാട് പോകുമ്പോഴാണ്. ഇന്ന് ഞായറാഴ്ച, വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത്. അന്ന് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പോകാൻ പറ്റി. അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇന്ന് പോകാമെന്ന് പറഞ്ഞ് റെഡി ആവണേ. ഞങ്ങൾ സാധാ നെയ്യാറ്റിൻകരയിൽ നിന്ന് കാഞ്ഞിരംകുളം പോയി ബൈപ്പാസ് കയറിയാണ് പോണത്. ഇത്തവണ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കമ്പുംകോട് പോയിട്ട് അവിടെ നിന്ന് നെല്ലിമൂട് വഴി ബൈപ്പാസ് കയറിയാണ് ഇത്തവണ പോണത്. എനിക്ക് ഈ ബൈപ്പാസിൽ കൂടെ പോകണത് നല്ല ഇഷ്ടമാണ്. വൈകിട്ട് സമയമൊക്കെ നല്ല ഭംഗിയായിരിക്കും ആകാശമൊക്കെ. പിന്നെ ഒരുപാട് തിരക്കും ഉണ്ടാവില്ല. ഞങ്ങൾ ചില ദിവസമൊക്കെ രാത്രി ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ അങ്ങനെ ടോളെത്തി. ബൈക്ക് ആയതുകൊണ്ട് ടോൾ കൊടുക്കണ്ട. അല്ലെങ്കിൽ 155 രൂപ ടോൾ കൊടുക്കണം. ചുറ്റി പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഈഞ്ചക്കല് വഴി കയറി വലിയ തുറ അങ്ങനെ പോകാമെന്ന് കരുതി. ശംഖുമുഖം പോയിട്ട് അവിടെ നിന്ന് വെട്ടുകാട് പോകാം എന്ന് കരുതി. അങ്ങനെ വലിയ തുറ എത്തി. ഇത് വലിയ തുറ ഹാർബറിൻ്റെ ബ്രിഡ്ജാണ്. ഇവിടെ നമുക്കങ്ങനെ കാണാനൊന്നും പറ്റില്ല, ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഞങ്ങളൊരിക്കൽ ഇവിടെ പോയപ്പോൾ അങ്ങനെ അകത്തോട്ട് കയറാനൊന്നും അനുവദിച്ചില്ല. പൊളിഞ്ഞ് കിടക്കുകയാണ് ഫുള്ള്. അപ്പം അകത്തോട്ട് വിടൂല. പിന്നെ ഇപ്പോൾ അതിൻ്റെ അടുത്ത് ഫുള്ള് മീൻ വിൽക്കണ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ പറയണുണ്ട്, പക്ഷേ ചേട്ടാ ഹെൽമെറ്റ് വെച്ചിരിക്കണോണ്ട് എനിക്കൊന്നും കേട്ടുകൂടാ. അങ്ങനെ ശംഖുമുഖത്തെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അടുത്തുള്ള ഇറാനിയിൽ കയറി. എന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നിങ്ങളെന്തോ പഠിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ബൈക്കിന് വായി നോക്കിക്കൊണ്ട് പോകണം. നമ്മൾ വെട്ടുകാട് വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ശംഖുമുഖം വന്ന് വയറൊക്കെ തിന്ന് ഇതാക്കി ഇറങ്ങിക്കൊണ്ട് തിരിയണം. ശംഖുമുഖത്ത് എന്നും വൈകിട്ട് ഇങ്ങനെ തന്നെയാണ്, നല്ല തിരക്കായിരിക്കും എപ്പോഴും. ഇപ്പം പിള്ളേർക്കുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ്, നല്ല രസവുമാണ് രാത്രി അവിടെ പോകാനും അങ്ങനെ നടക്കാനും ഒക്കെ. അലങ്കരിക്കുന്നതൊന്നും കംപ്ലീറ്റ് ആയില്ല എന്നാണ്. ഇവിടെയൊന്നും ലൈറ്റൊന്നും വെച്ചിട്ടില്ല, പക്ഷെ അതിനുള്ള പന്തലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കേൾക്കണുണ്ട്. നല്ല ബ്ലോക്കുണ്ട് കേട്ടോ. ബൈക്കിലായതുകൊണ്ട് കുഴപ്പമില്ല, കാറിലായിരുന്നെങ്കിൽ പെട്ടുപോയാണ്. അങ്ങനെ പള്ളിയിലെത്തി. ഉള്ളിലും അകത്തോട്ട് പോകെ നല്ല തിരക്കുണ്ട്. കുറച്ച് നേരം നിന്ന് പള്ളിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പള്ളിക്കകത്തോട്ട് പോയി. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച്. കുറച്ച് നേരം നിന്നുള്ളൂ. കുർബാന പകുതി കൂടുതലായി. പിന്നെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ 8:30 വീട്ടിൽ എത്തണമെന്ന് പ്ലാൻ ചെയ്തു. ഇപ്പം എത്ര മണിയായി? 7:30. ഇവിടെ എത്തിയതേ ഉള്ളൂ. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഊര് തെണ്ടി ഇവിടെ എത്തിയതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തിരക്ക്. എന്തായാലും അങ്ങോട്ട് കടലിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അവിടെ എല്ലാം ഫുള്ള് നല്ല തിരക്ക്. തിരിച്ചു പോവാം. ചെറുതായിട്ട് മഴ തൂറ്റാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ റെയിൻകോട്ട് എടുത്തില്ലായിരുന്നു, മഴ പെയ്യൂല എന്ന് വിചാരിച്ചിട്ട് റെയിൻകോട്ട് എടുത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. നമ്മൾ തിരിച്ചു വീണ്ടും ശംഖുമുഖം. മഴ ഉറക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കാവേ. എല്ലാവരും ഇറങ്ങി. മഴ ചെറുതായിട്ട് തുള്ളിയിടുന്നതേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന്.
പിന്നെ മഴ അങ്ങ് പോയി, ചെറുതായിട്ട് പെയ്തിട്ട് അങ്ങ് പോയി. പിന്നെ ഇറങ്ങി. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നൊരിതായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച്. ചെറിയ പാലായോണ്ടല്ലേ? വേറെ വഴിയുണ്ടാ? എല്ലായിടവും ബ്ലോക്ക് ആണല്ലേ ഇതിപ്പം. കുറേ കറങ്ങി ബൈപ്പാസ് എത്തി. ഞങ്ങൾ പോയ വഴിക്ക് വീണ്ടും ബ്ലോക്കായി. പിന്നെ വീണ്ടും ശംഖുമുഖം വന്ന് അവിടെ നിന്ന് ഞങ്ങൾ വന്ന വഴിയാണ് തിരിച്ചു വന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ഇട്ട് വീഡിയോ ചെയ്യണത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അപ്പോൾ എനിക്ക് നിറയെ തെറ്റുകൾ പറ്റി. ഞാൻ വീഡിയോ എടുത്തത് സ്ട്രൈറ്റ് ഫോൺ വെച്ചാണ് ആദ്യം എടുത്തത്. പിന്നെയാണ് ഫോൺ ചരിച്ച് വെച്ചെടുത്തത്. അപ്പം കുറേ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല മാറിപ്പോയി. ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ നിറയെ തെറ്റുകളുണ്ട്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ നല്ല രീതിക്ക് അടുത്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കും. വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും വന്ന വഴിയെ പോകാൻ തുടങ്ങി. അങ്ങനെ കോളത്തെത്തി. സിഗ്നലിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്ന് അവിടെ നിന്ന് വണ്ടി എടുത്ത് വീണ്ടും പോയി. അപ്പോൾ ഇത് നല്ല രസമല്ലേ, രാത്രി ഇവിടെ നല്ല രസമാണ്. പിന്നെ വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി. റോഡിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാഞ്ഞിരംകുളം എത്തി. നെയ്യാറ്റിൻകര എത്തിയപ്പോൾ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും ജ്യൂസായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അമരവിളയിലോട്ട് പോയി. രാത്രി ആയതുകൊണ്ട് വേറെ കടകളൊന്നും ഉണ്ടാവില്ല. ഇത് വിശ്വഭാരതി റോഡാണ്. ഇപ്പം ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡ്. പകൽ മഴ സമയത്ത് നമുക്ക് വീഗാലാൻഡ് റൈഡ് പോലെയൊക്കെ പോവാം. കളർ ലൈറ്റെങ്കിലും വെച്ചിരിക്കണല്ലേ, ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ നിന്ന് ജ്യൂസ് ഒക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എന്തൊക്കെയോ പരസ്പരം കളിയാക്കി കൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ വീടെത്തി. കുറേ നേരം കറങ്ങി അങ്ങനെ വീടെത്തി.